ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 1 കിലോ വെയിറ്റ് കുറഞ്ഞപ്പോഴേക്കും ഒരുപാട് മെലിഞ്ഞു എന്നും പറഞ്ഞിട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കണ്ട ശേഷം ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത് കേട്ടോ. എങ്ങനെയാണ് ഞാനിങ്ങനെ മെലിഞ്ഞത്, വെയിറ്റ് അധികം കുറയാതെ തന്നെ എങ്ങനെയാണ് ഇത്രമാത്രം മെലിഞ്ഞത്, പിന്നെ എങ്ങനെയാണ് എൻ്റെ മൊത്തം ട്രാൻസ്ഫോർമേഷൻ, എന്നെ നേരിട്ട് കാണുന്ന ആൾക്കാരും അല്ലാത്തവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ വല്ലാണ്ട് ട്രാൻസ്ഫോം ആയല്ലോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് എൻ്റെ വയറ് കുറച്ച കഥ മാത്രമല്ല പറയുന്നത് കേട്ടോ, എൻ്റെ ടോട്ടൽ ട്രാൻസ്ഫോർമേഷന്റെ കാര്യമാണ് പറയുന്നത്. അതായത് എനിക്ക് PMOS ഉണ്ടായിരുന്നു, അതേപോലെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു, പിന്നെ കുറേ ഒരു കൊട്ടയിൽ കോരിയിട്ട് സ്ട്രെസ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും വല്ലാത്തൊരവസ്ഥയിൽ കൂടെ ഞാൻ കടന്നു പോകുമ്പോഴാണ് ഞാൻ ഇലക്ഷനിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഇലക്ഷന്റെ സ്ട്രെസ്സും കൂടെ ആയപ്പോഴേക്കും ഒന്നും പറയണ്ട, ഞാൻ വല്ലാണ്ട് സാധാരണ ഇലക്ഷനിൽ എൻ്റെ കൂടെ മത്സരിച്ച എല്ലാ ആൾക്കാരും ഇലക്ഷൻ കഴിഞ്ഞപ്പോഴേക്കും ടെൻഷൻ അടിച്ച് മെലിഞ്ഞ സമയത്ത് ഐഷ മാത്രം ഇലക്ഷൻ കഴിഞ്ഞപ്പോഴേക്കും ടെൻഷൻ അടിച്ച് വീർത്ത് ഗൈസ്, തടിച്ച് വീർത്ത് മുഖത്ത് നിറയെ കുറേ പിമ്പിൾസ് ഒക്കെ വന്ന് കറുത്ത് ഒരുമാതിരി പിഗ്മെന്റഡ് ആയി മൊത്തത്തിൽ ഞാൻ ഒരുമാതിരി ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് അവിടെ നിന്ന് ഞാൻ എഗെയിൻ തിരിച്ചത് എങ്ങനെയാണെന്ന് ഞാനെങ്കിൽ പറയാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു സ്കിൻ കെയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബോഡി കെയർ ആയിക്കോട്ടെ ഇതൊന്നും അങ്ങനെ വല്ലാണ്ട് ചെയ്യൽ സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ച് കാലമായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ തടിക്കുകയാണെങ്കിൽ തടിച്ചോട്ടെ, മെലിയാണെങ്കിൽ മെലിഞ്ഞോട്ടെ, പിഗ്മെന്റേഷൻ വരികയാണെങ്കിൽ വന്നോട്ടെ, ആ ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് അതിനുശേഷം ഇപ്പോൾ വെരി റീസെൻ്റ്ലി ആണ്, ഓൾമോസ്റ്റ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 7-8 മാസത്തിൻ്റെ അടുത്തായിട്ടുള്ളൂ, ഞാൻ വീണ്ടും എൻ്റെ ഒരു പഴയ ട്രാക്കിലോട്ട് പതിയെ പതിയെ എന്നെ കെയർ ചെയ്തിട്ടും എൻ്റെ മൈൻഡിനെ കെയർ ചെയ്തിട്ടും ഒക്കെ ആയിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ജേർണിക്കകത്ത് ഞാൻ ആദ്യം ഫോക്കസ് ചെയ്തത് എൻ്റെ ബോഡി തന്നെയാണ്. ഞാൻ ഒരിക്കൽ പറഞ്ഞില്ല, എനിക്ക് ഉറങ്ങാൻ പോലും പറ്റാത്തത്ര പെയിൻ വന്നിട്ടാണ് ഞാൻ ഡോക്ടറെ കാണിക്കുന്നത്. അപ്പോൾ ഡോക്ടറെ കാണിച്ച സമയത്തായിരുന്നു ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൻ്റെ കൗണ്ടും ഹെയർ ലോസ് ഒക്കെ വന്നിട്ട് മുട്ടച്ച് പോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തല സ്കാൻ എടുത്തപ്പോൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടുതലായിരുന്നു, പിന്നെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയും അതുപോലെ PMOSും ഒക്കെ ഡയഗ്നോസ് ചെയ്തത് വെരി റീസെൻ്റ്ലി ആണ്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഞാൻ ഡയറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു വർക്കൗട്ടും ചെയ്തിട്ടില്ല കേട്ടോ. വല്ലപ്പോഴും എനിക്ക് തോന്നുമ്പോൾ ഒന്ന് നടക്കാൻ പോകും, പിന്നെ ഇടയ്ക്ക് എപ്പോഴേലും വീട്ടിൽ നിന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ബേസിക് ആയിട്ടുള്ള ഒരു വാമപ്പോ കാര്യങ്ങളോ ചെയ്യുന്നല്ലാതെ സ്ഥിരമായിട്ടൊരു ഇൻറ്റൻസീവ് സ്ട്രെങ്ത് ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഒരു ജിമ്മിൽ പോയിട്ടുള്ള വർക്കൗട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. തോന്നുമ്പോൾ തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. എൻ്റെ ഡയറ്റ് ആണെങ്കിലും ഞാൻ ഷുഗർ കട്ട് ചെയ്തു, പഞ്ചസാര മാറ്റിയിട്ട് ശർക്കര ആക്കി എന്നുള്ളതാണ് വേറൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത്. അതല്ലാണ്ട് ഞാൻ വേറെ ഒരു ഫുഡും കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ടില്ല കേട്ടോ. ഒരു ഫുഡ് ഞാൻ കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ടില്ല. മെയിനായിട്ട് ചെയ്തിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഞാൻ കഴിക്കുന്ന ഫുഡിൻ്റെ തന്നെ മറ്റത് എങ്ങനെ വെച്ചാൽ ഇത്തിരി ടെൻഷൻ വന്നാൽ ഞാൻ ഓവർ ഈറ്റ് ചെയ്യും. സ്ട്രെസ് ഇത്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ ഓവർ ഈറ്റ് ചെയ്യും. അത് ഓവർ ഈറ്റ് ചെയ്യുന്നത് നല്ലൊരു സാധനമായിരിക്കില്ല. ഒന്നല്ലെങ്കിൽ മന്തി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കച്ചറ അല്ലെങ്കിൽ സ്നാക്സ്, ബേക്കറി ഐറ്റംസ് ഇങ്ങനത്തെയൊക്കെ ഞാൻ ഓവർ ഈറ്റ് ചെയ്യും. എൻ്റെ സ്ട്രെസ് എത്ര കൂടുന്നോ അത്രമാത്രം. അപ്പം ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് സ്ട്രെസ് കൂടിയാലും ഞാൻ വെള്ളം കുടിച്ചിട്ടോ നടന്നിട്ടോ ബോഡി മൂവ്മെന്റ് ചെയ്തിട്ടൊക്കെ അത് കൺട്രോൾ ചെയ്യാൻ ട്രൈ ചെയ്യുന്നല്ലാതെ ഓവർ ഈറ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അറിയില്ല, എൻ്റെ എല്ലാ ഡ്രസ്സും നല്ലോണം ലൂസായിട്ടുണ്ട് കേട്ടോ. പിന്നെ മാത്രമല്ല ഞാൻ ടൈറ്റ് ആണെന്ന് കരുതി മാറ്റി വെച്ചിട്ടുള്ള കുറേ ഡ്രസ്സുകൾ എനിക്കിപ്പോൾ വീണ്ടും ഇടാൻ പറ്റുന്നുണ്ട്. സോ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ ഫേസിൽ നിറയെ പിമ്പിൾസ് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ബോഡി ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ചിലവാക്കിയതിൻ്റെ ഒരു 10 ഇരട്ടി ഞാൻ എൻ്റെ സ്കിന്നിന് വേണ്ടിയിട്ട് ഞാൻ ഡോക്ടറെ കാണിച്ച് ചിലവാക്കിയിട്ട്, സ്കിൻ ഡോക്ടറെ കാണിച്ചിട്ട് ഒരു തവണ പോലും ഇത്രയും പൈസ വാങ്ങിച്ചു വെച്ച ഡോക്ടർ ഒരിക്കൽ പോലും എൻ്റെ ഇത് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞില്ല. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അതെന്തുകൊണ്ട് അവർ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞില്ല എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ ആക്നെ കൊണ്ട് പോവാണ്. ഓരോ ദിവസവും കുരു വരും, ഒരു കുരു പൊട്ടുമ്പോഴേക്കും 10 കുരു വീണ്ടും വരും. മൂന്ന് ചെയ്യുമ്പോൾ പോലും ഇവിടെയൊക്കെ വേദന, അങ്ങനെ നിറയെ പിമ്പിൾസ് വരും. അതുപോലെ കഴിഞ്ഞിട്ട് ഇവിടെ ഫുള്ള് ഡാർക്ക് കളർ, ഇവിടെ ഫുള്ള് ഡാർക്ക് കളർ, കഴുത്തിൻ്റെ ബാക്കിൽ ഡാർക്ക് കളർ, മുടിയാണെങ്കിൽ ആവശ്യമുള്ളിടത്തുനിന്ന് തലേന്ന് അങ്ങനെ മുടി പോയിട്ട് മുഖത്തങ്ങനെ കരടി പോലെ രോമം വരിക, കയ്യിലും കാലിലൊക്കെ ഭയങ്കരമായിട്ട് രോമം. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല വാട്ട്സ് ഹാപ്പനിങ് ടു മീ എന്നുള്ളത്. ഇത് നോക്കാനുള്ളൊരു മൈൻഡും ഇല്ല. അതായത് ഇത്രയും സ്ട്രെസ് ഉണ്ട്, ഇങ്ങനെ പിമ്പിൾ വരുന്നുണ്ട്, ബാക്കിയുള്ളത് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറയുമ്പോൾ ഡോക്ടറെ പോയി കാണിക്കുന്നത്, അല്ലെങ്കിൽ പാർലറിൽ, ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് എൻ്റെ ഫേസ് ക്ലീനപ്പ് ഒക്കെ ചെയ്തത് ഈ ഒരു ടൈമിലായിരുന്നു. ആൻഡ് ഇതൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. എൻ്റെ തലയിൽ താരം വന്നിട്ടാണ് മുഖത്ത് പിമ്പിൾ വരുന്നതെന്ന് പറഞ്ഞിട്ട് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് അവിടെ എല്ലാ മാസവും 1000-1200 രൂപ കൊടുത്തിട്ട് തലേനെ കുറേ ചെയ്ത് നോക്കി. എന്ത് ചെയ്തിട്ടും ഒരു വർക്കും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഗൈനക്കിൽ കാണിച്ചപ്പോഴായിരുന്നു എൻ്റെ PMOS ഡയഗ്നോസ് ചെയ്തതും അതുപോലെ വൈറ്റമിൻ ഡിയുടെ പ്രശ്നം കണ്ടുപിടിച്ചതും കാൽഷ്യം ഡെഫിഷ്യൻസി കണ്ടുപിടിച്ചതും തലയിലെ മുടി കൊട്ടണമെന്ന് പറഞ്ഞിട്ട് VCareൽ പോയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വലിയൊരു ബഡ്ജറ്റിൽ ട്രീറ്റ്മെൻറ്റ് ഇട്ടിട്ട് അവർ പറഞ്ഞു ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടിയിട്ടാണെന്നുള്ളത്.
പക്ഷേ അതും ഞാൻ എടുത്തില്ല കേട്ടോ. എനിക്ക് താങ്ങാൻ പറ്റുന്ന പൈസ ആയിരുന്നില്ല. സ്കാനിങ്ങിന് 500 രൂപ വാങ്ങിയുള്ളൂ. പക്ഷേ ട്രീറ്റ്മെന്റിന് അവർ താങ്ങാൻ പറ്റുന്ന പൈസ അല്ല പറയുന്നുണ്ട്. EMI ഒക്കെ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, കുറച്ച് മുടിയില്ല, അത് പോയിക്കോട്ടെ എന്ന് കരുതുന്ന ഒരവസ്ഥയ്ക്ക് ഞാൻ എത്തി. അങ്ങനെയാണ് നമ്മൾ ഗൈനക്കിൽ കാണിച്ചത്. ഗൈനക്കിൽ കാണിച്ചപ്പോഴാണ് അവർ നമ്മുടെ അടുത്ത് പറയുന്നത് ഇന്ന ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, ഇന്ന അസുഖമൊക്കെ ഉണ്ടെന്നുള്ളത്. സോ ഐ സ്റ്റാർട്ടഡ് ട്രീറ്റിങ്. നമ്മൾ വൈറ്റമിൻ ഡിയുടെ മെഡിസിൻ എടുത്ത്, പിന്നെ എന്താ വെച്ചാൽ ഞാൻ നല്ലോണം വെള്ളം കുടിക്കാൻ തുടങ്ങി, മാക്സിമം ഉറങ്ങാൻ തുടങ്ങി. അതായത് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. സ്ലീപ്പ് എന്ന് പറയുന്നത് ഞാൻ സാധാരണഗതിയിൽ എന്നെ ഉറങ്ങുന്നിടത്ത് നിന്ന് എടുത്ത് തുറന്നിട്ട് ഒരു മുറ്റത്തിട്ടാൽ ഞാൻ ആ മുറ്റത്ത് കിടന്നുറങ്ങും. അല്ല, എനിക്ക് ഉറക്കം വരുന്ന സമയത്ത് ഞാനിപ്പോൾ ഒരു ഡിച്ചിൻ്റെ മേലെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് മേലെ ഞാനൊരു പേപ്പർ വിരിച്ചിട്ടാണെങ്കിലും കിടന്നുറങ്ങും. ഏത് വെടിക്കെട്ടിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് ഐശാനിട്ടാലും സുഖമായിട്ട് ഉറങ്ങും. അങ്ങനെ ഒരാളായിരുന്നു ഞാൻ. ഞാൻ ഉറങ്ങുന്ന ടൈമിൽ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആവാൻ തുടങ്ങി. ഒന്ന് ഉറങ്ങും, ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും വീണ്ടും എണീക്കും, പിന്നെ ഉറങ്ങും, ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും വീണ്ടും എണീക്കും. അങ്ങനെ ഒരു സമാധാനമായിട്ടുള്ള ഒരു ഉറക്കം എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നല്ലോണം ടെൻഷനിലൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടുകളും സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ പാടെ ട്രിഗർ ആവാന്ന് പറയില്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് ട്രിഗർ ആവുന്നത്? അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഞാൻ ഇലക്ഷനിൽ മത്സരിച്ചു, എനിക്ക് പൊളിറ്റിക്സ് അറിയില്ല. സത്യം പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ആ പാർട്ടിയിലുള്ള മെമ്പർമാർ എങ്ങനെ പ്രവർത്തിക്കണം, പാർട്ടി പ്രവർത്തകർ എങ്ങനെ പ്രവർത്തിക്കണം, മീറ്റിംഗ്സ് എങ്ങനെയാണ്, ബ്രാഞ്ച് മീറ്റിംഗ് എങ്ങനെയാണ്, LC മീറ്റിംഗ് എങ്ങനെയാണ്, ഫ്രാക്ഷൻ എങ്ങനെയാണ്, ഇതൊന്നും ഐഷാക്കറിയില്ല. ഇതൊന്നും നമുക്ക് അറിയില്ല, നമ്മളിതൊന്നും കണ്ട് ശീലിച്ചിട്ട്. അപ്പൊ അതിന്റെ ഇടയിലാണ് നമ്മൾ പോയിട്ട് മെമ്പർ ആവുന്നത്. പഞ്ചായത്തിൽ എന്തൊക്കെ നടക്കണം എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഈവൺ ഒരു ഗ്രാമസഭയിൽ പോലും ഞാൻ പങ്കെടുത്തില്ല. അപ്പൊ അങ്ങനത്തെ ഒരാൾ നമ്മളാവുമ്പോൾ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ടാവും, ചോദിച്ച് മനസ്സിലാക്കാനുണ്ടാവും. റിപ്പീറ്റഡ്ലി നമ്മൾ അതിൽ തന്നെ വർക്ക് ചെയ്യേണ്ടി വരും, ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഏർണിങ്സ് ഇല്ല. അതായത് പഞ്ചായത്ത് മെമ്പർക്ക് കിട്ടുന്ന ഒരു ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ ഓണറേറിയം ഒരു 8,000 ആണ്. അതിൽ ഒരു 1,000 റുപ്പീസ് നമ്മുടെ എക്സ്പെൻസ് പോയി കഴിഞ്ഞാൽ നമ്മുടെ കൈ കിട്ടുക 7,000 ആണ്. ഈ 7,000 നമ്മുടെ വണ്ടിയുടെ എണ്ണ, വാർഡിൽ പോകുന്നതിന് അത്യാവശ്യം എണ്ണ ചിലവാകും, നമ്മൾ മീറ്റിംഗ്സിന് പോകുമ്പോൾ എണ്ണ ചിലവാകും, യാത്രകൾക്ക്, അങ്ങനെ നമ്മൾ പോകുന്ന എക്സ്പെൻസ്, വണ്ടിയിലടിക്കുന്ന പെട്രോൾ, അങ്ങനെ വേണമെങ്കിൽ പറയാം. നമ്മുടെ പഞ്ചായത്തിലും പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴേക്കും നമ്മുടെ മിനി ചായ കടി സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് കഴിക്കുന്നതിൻ്റെ അത് ബോർഡ് മീറ്റിങ്ങിന് മാത്രമേ ചായയും കടിയും പഞ്ചായത്തിൽ നിന്ന് തരുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കഴിക്കണം. അപ്പം നമ്മുടെ ഫുഡ്, ലഞ്ച്, അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനെ എക്സ്പെൻസ്, ഇതിന് പുറമെ നമ്മുടെ ഇപ്പോൾ മെമ്പർ ആവുന്ന സമയത്ത് നമ്മൾ കുറേ ആൾക്കാർക്ക് ഡൊണേഷനായിട്ടോ അല്ലെങ്കിൽ നമ്മളെ സമീപിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാണ്ടാവും. അതിനൊരു 10,000-2,000 ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്ത് പൈസയൊക്കെ അങ്ങനെ തന്നെ. അപ്പോൾ നമ്മുടെ EMIs, നമ്മുടെ അതർ എക്സ്പെൻസസ്, കുട്ടികളുടെ കാര്യങ്ങൾ, നമ്മൾ പ്രത്യേകിച്ച് 2 പേര് ഈക്വൽ ഏർണിങ്സിൽ ഡിവൈഡ് ചെയ്ത് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തത്തെ സ്ട്രെസ് തന്നെ ഒരു തലയോളം എടുത്ത് നമ്മൾ തലയിൽ വെക്കുന്ന സമയത്ത് ഫാമിലി എന്നുള്ള സ്ട്രെസ് വേറെ വരും, നമ്മുടെ ഫിനാൻസ് മൊത്തത്തിൽ പൊട്ടുന്നതിന് സ്ട്രെസ് വേറെ വരും. അപ്പം ഇതൊക്കെ എനിക്ക് നല്ലപോലെ ബാധിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇത്രയും സ്ട്രെസ് നമ്മളെല്ലാം പാടെ ഒരുമിച്ച് തലയിലെടുത്ത് വെക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഈ പ്രോബ്ലംസ് ഒക്കെ വന്നതെന്നുള്ളത്. ആക്ച്വലി അല്ല. കാരണം നമ്മുടെ മൈൻഡും നമ്മുടെ ബോഡിയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കണക്റ്റഡ് ആണ്. ഇപ്പം എൻ്റെ ബോഡിയിൽ PMOSും അതുപോലെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയും കാൽഷ്യം ഡെഫിഷ്യൻസിയും ഗർഭപാത്രത്തിനകത്തൊരു സ്വെല്ലൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് മൂഡ് സ്വിങ്സ് ഉണ്ട്, ഹോർമോണൽ ഇംബാലൻസ് ഉണ്ട്, അതൊക്കെ വന്നുകൊണ്ടിരിക്കണം. അപ്പം ഇത് ഇങ്ങനെ നിൽക്കണോണ്ടാണ് എനിക്ക് എൻ്റെ ആങ്സൈറ്റി ട്രിഗർ ആവുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ തെറപ്പി എടുത്ത സമയത്ത് എൻ്റെ ചൈൽഡ്ഹുഡ് ട്രോമ ഞാൻ ട്രിഗർ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ട്രോമറ്റൈസ്ഡ് ആയതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. ഐ എം ടേക്കിംഗ് തെറാപ്പിസ്റ്റ്. പിന്നെ നമ്മൾ പോയിട്ട് കൗൺസിലിങ്ങും തെറപ്പിയും കൊടുക്കുമ്പോൾ മറ്റുള്ള ആൾക്കാർക്ക് അത് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ അവരുടെ സങ്കടം കേൾക്കുക, അവരുടെ കരച്ചിൽ, അപ്പം നമ്മുടെ ലൈഫായിട്ട് കുറേ അത് കണക്റ്റ് ആയിട്ട് പോകും. അപ്പം നമ്മുടെ മാനസിക നില വീണ്ടും തകരാറിലാവും, നമുക്ക് വീണ്ടും സങ്കടം വരും. മറ്റൊരാളുടെ സങ്കടം കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സങ്കടം തോന്നും. പിന്നെ ഈ സങ്കടങ്ങളൊക്കെ വെച്ചിട്ട് ഇതെല്ലാം മറച്ച് വെച്ചിട്ടായിരിക്കും ഞാൻ അടുത്ത ട്രെയിനിങ് സെഷൻ എടുക്കാൻ പോകുന്നുണ്ടാവും. അതെല്ലാം മറച്ച് വെച്ചിട്ടായിരിക്കും പഞ്ചായത്തിലൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സ്ട്രെസ് ഉണ്ടാവും, ഉറക്കം, സ്ലീപ്പ് സൈക്കിൾ ഡിസ്റ്റർബ് ആയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഐ പുട്ട് ആൻ എഫേർട്ട്. ഞാൻ നല്ലോണം എഫേർട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉറങ്ങാനായിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്, വെള്ളം കുടിക്കാനായിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. മറ്റേ ദാഹിച്ചാൽ പോലും ഞാൻ വെള്ളം കുടിക്കുള്ളൂ. ഒരു ദിവസം മൊത്തത്തെ വെള്ളം കുടി എന്ന് പറഞ്ഞാൽ മാക്സിമം 2-3 ഗ്ലാസ് വെള്ളമാണ്. അതിന് പുറത്തേക്ക് ഞാൻ കൂടുതൽ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഐ സ്റ്റാർട്ടഡ് ഡ്രിങ്കിങ് വാട്ടർ. നന്നായിട്ട് വെള്ളം കുടിക്കാൻ തുടങ്ങി, ചെറിയ തോതിലെങ്കിലും വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് തുടങ്ങി, നന്നായിട്ട് ഉറങ്ങാനായിട്ട് തുടങ്ങി. ആൻഡ് കുറച്ചെങ്കിലും എൻ്റെ മൈൻഡിൻ്റെ പീസ് ഓഫ് മൈൻഡ് ഞാൻ സീക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പം തെറപ്പീസ് എടുക്കാൻ തുടങ്ങി. അതേപോലെ നമ്മൾ കൊടുക്കുന്ന തെറപ്പി, ഒരു തെറപ്പി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞാൻ മറ്റത് നമ്മൾ ഹീൽ ചെയ്തിട്ട് വന്നാലോ തെറപ്പി എടുത്തിട്ട് വന്നാലോ ഞാനത് സെൽഫായിട്ട് ഡിറ്റോക്സ് ചെയ്യാറില്ല, ഞാൻ എന്നെ ക്ലെൻസ് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ ഞാൻ എന്നെ ക്ലെൻസ് ചെയ്യാണ്ടിരിക്കുന്നിടത്തോളം കാലം എൻ്റെ കാര്യം ഭയങ്കര കഷ്ടത്തിലായിരിക്കും. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് വരാൻ തുടങ്ങിയപ്പം ഞാൻ ഐ സ്റ്റാർട്ടഡ് ക്ലെൻസ് മൈ സെൽഫ്. ഞാൻ എൻ്റെ സെൽഫ് ക്ലെൻസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ മെൻ്റൽ ഹെൽത്ത് കുറേ ബെറ്ററായി, ഫിസിക്കൽ ഹെൽത്ത് കുറേ ബെറ്ററായി.
ഫിസിക്കൽ ഹെൽത്ത് കുറേ ബെറ്റർ ആയിട്ട് ഞാൻ വെള്ളം കുടിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ബോഡിയിലുള്ള ഇൻഫ്ലമേഷൻസ് കുറഞ്ഞു. അതായത് ഇപ്പം ഞാൻ എൻ്റെ പോലെ 2 ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള എനിക്ക് എൻ്റെ മോനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് വയറിൽ ഒരുപാട് വെള്ളം അധികമായിരുന്നു, നമ്മുടെ യൂട്രസിലുള്ള വെള്ളം കേട്ടോ. അപ്പോൾ അത് ഒരുപാട് ഇതായതുകൊണ്ട് തന്നെ എൻ്റെ വയറ് ഒരുപാട് വലുതായിരുന്നു. ഞാനാണെങ്കിൽ ഏറെക്കുറെ 40-42 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും വലിയ വയറ് വന്ന് വീർത്തത് കൊണ്ട് തന്നെ എനിക്ക് എലാസ്റ്റിക് റെക്ടി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ഞാൻ അതിന് ഇതുവരെ ട്രീറ്റ് ചെയ്തിട്ടില്ല. ബിക്കോസ് എനിക്കിഷ്ടമാണ് എൻ്റെ വയറ്. ഞാൻ എൻ്റെ മോൻ കടന്നുകൊണ്ട് വീർത്തതല്ലേ, അല്ലെങ്കിൽ സ്ട്രെച്ച് മാർക്സ് ആണെങ്കിലും വയറാണെങ്കിലും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതങ്ങനെ നിന്നോട്ടെ എന്നുള്ളതായിരുന്നു എൻ്റെ തോട്ടാണെങ്കിലും എൻ്റെ ഹസ്ബൻഡിൻ്റെ തോട്ടാണെങ്കിലും. ബട്ട് അത് ഹെൽത്തിനെ ബാധിക്കും എന്നുള്ളത് മനസ്സിലാക്കിയത് ഇപ്പോഴാണ് കേട്ടോ. അല്ലെങ്കിൽ അതിനത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് വിചാരിച്ചത് ഇപ്പോഴാണ്. ഇപ്പം ഞാൻ എലാസ്റ്റിക് റെക്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ബട്ട് ഞാൻ ശരിക്കും ഫോക്കസ് ചെയ്തത് എന്താ വെച്ചാൽ എൻ്റെ വെള്ളം കുടിയിലും അതുപോലെ എൻ്റെ ഡയറ്റിലാണ്. ഡയറ്റിൽ ഞാൻ പഞ്ചസാര മാത്രമാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മൈദ കഴിക്കില്ലായിരുന്നു കേട്ടോ. മൈദയും പഞ്ചസാരയും മാത്രമാണ് ഒഴിവാക്കിയത്. ആൻഡ് ഐ സ്റ്റാർട്ടഡ് ഈറ്റിംഗ് കളേഴ്സ് ഈറ്റ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് പല കളറിലുള്ള ഫുഡ്സ് നമ്മൾ പറയില്ലേ, പയറ് കഴിക്കും, പച്ച കളറിൽ പയറ്, മഞ്ഞ കളറിൽ മാങ്ങ, കോണ്, അങ്ങനെയുള്ള സാധനങ്ങൾ, മുരിങ്ങ, പിന്നെ ചിക്കൻ ഓൾവേസ് ചിക്കൻ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാം ഒരുവിധമൊക്കെ എല്ലാം എനിക്ക് പറ്റുന്ന പോലെ ഞാൻ കഴിക്കാൻ തുടങ്ങി. മുട്ട നന്നായിട്ട് കഴിക്കാൻ തുടങ്ങി. പ്രോട്ടീൻ അത്യാവശ്യം നല്ലപോലെ കയറ്റാൻ തുടങ്ങി പറയാം. അപ്പോൾ ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ കഴിച്ചു വന്നപ്പോഴേക്കും ഞാൻ മെലിയാൻ തുടങ്ങി. അതായത് എൻ്റെ വെയിറ്റ് എവിടെയും കുറയുന്നുണ്ടായിരുന്നില്ല. ഞാൻ നന്നായിട്ട് മെലിയാൻ തുടങ്ങി. ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ എനിക്ക് സമാധാനം ഞാൻ തന്നെ സീക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ കുറച്ചായിട്ട് മെലിയാൻ തുടങ്ങി. പിന്നെ എനിക്ക് എൻ്റെ ഫാമിലിയിൽ നിന്ന് അത്യാവശ്യം സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ബസ്സിലെ മറ്റേ വെയിറ്റ് മെഷീൻ ഇവിടെ ഉണ്ടാവും. അപ്പം ഞാനത് കയറി നോക്കും. അപ്പോൾ എനിക്ക് വേണ്ടുന്ന ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു തരാനും കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് ബസ് എന്നെ വല്ലാണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഉറക്കാൻ വേണ്ടിയിട്ട്, പിന്നെ എനിക്ക് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ തെറപ്പി എടുക്കാനായിട്ട് ഒക്കെ എന്നെ ബസ് നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അപ്പോൾ ഞാനൊന്ന് കുറച്ചൊന്ന് മെലിയുമ്പോൾ തന്നെ ബസ് പറയും, വാവ് നീ മെലിഞ്ഞപ്പോൾ നന്നായിട്ടുണ്ടല്ലോ, നീ ആ ഡ്രസ്സ് ഇട്ടോക്കാം, ആ ടോപ്പ് ഇട്ടോക്കാം, ആ പാൻറ്റും ടോപ്പ് ഇട്ടോക്കാം. അങ്ങനെ പക്ഷേ എനിക്ക് സജഷൻസ് ഒക്കെ തരും. അതിട്ട രസമുണ്ട്, ഇതിട്ട രസം. ഇപ്പം ഞാനൊരു ഡ്രസ്സ് മാറ്റിയിട്ട് വന്നിട്ട് പക്ഷേ ഇത് എങ്ങനെ ഉണ്ടാ, ഞാൻ നന്നായിട്ട് മെലിഞ്ഞൂലേ എന്നൊക്കെ പറയുമ്പോൾ പറയും, നന്നായിട്ട് മെലിഞ്ഞൂടി, വയറൊന്നും തീരെ കാണുന്നില്ല, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ എനിക്കും അത് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. അപ്പോൾ ആ ഒരു ചേഞ്ച് എനിക്ക് വല്ലാണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ള കാരണം, നിങ്ങൾ യൂട്യൂബിനകത്ത് പല വീഡിയോസും കാണും, പല വീഡിയോസും. നിങ്ങൾ ഡോക്ടേഴ്സിനെ കാണിക്കുമ്പോഴും പല ഡോക്ടർമാരെ കാണിക്കും. നിങ്ങളുടെ സ്കിന്നിൽ പിമ്പിൾ വരുമ്പോൾ നിങ്ങൾ സ്കിൻ ഡോക്ടറെ കാണിക്കും. മുടി കൊഴിയുമ്പോൾ ഈ പറയുന്ന ഹെയർ ക്ലിനിക്കിൽ ഇതിലെല്ലാം പോകും. അങ്ങനെ നിങ്ങൾ പലയിടത്തും പോകും. അപ്പം ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക, ഒന്ന് നിങ്ങളുടെ യൂട്രസ് സ്കാൻ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് പ്രശ്നം എന്നുള്ളത്. അപ്പോൾ പ്രശ്നം മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഒന്ന് റീബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ ചേഞ്ച് ആവും കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ കുറേ ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ്, ഐഷ മേക്കപ്പ് ഇടാൻ റീസ്റ്റാർട്ട് ചെയ്തൂലെന്ന്. നോ, ഞാൻ മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, കണ്ണെഴുതാറുണ്ട്, ലിപ് ബാം യൂസ് ചെയ്യാറുണ്ട്. മേ ബി ഇടയ്ക്ക് നിങ്ങൾ ആരും യൂസ് ചെയ്യുമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല, ഇടയ്ക്ക് ഞാൻ ലിപ്സ്റ്റിക്കും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതേപോലെ ലിപ് ടിൻറ്റും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇതല്ലാണ്ട് ഞാൻ വേറെ മേക്കപ്പ് പ്രോഡക്ട്സ്, ഫൗണ്ടേഷൻ, ബാക്കിയുള്ള സാധനങ്ങൾ അതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല അതില്ല. ആൻഡ് ഇപ്പം ഞാൻ റീസെൻ്റ്ലി ഒരു ലാക്മിയുടെ മോസ് ഉണ്ടല്ലോ, ഒരു ക്രീം, ആ ഒരു ക്രീം ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത് എൻ്റെ സ്കിൻ കെയറിനാണ്. ഓക്കെ, സ്കിൻ കെയറിൽ എൻ്റെ ഇവിടുത്തെ മൊത്തം ഈ കാണുന്നത് മൊത്തം എൻ്റെ പിമ്പിൾ പോയതിൻ്റെ മാർക്സാണ്. ഈ കാണുന്നത് മൊത്തം എൻ്റെ പിമ്പിൾ പോയത്. നിങ്ങൾ ഒരു കാര്യം ട്രസ്റ്റ് ചെയ്യാം, ഒരു ഫൗണ്ടേഷനിലും നിങ്ങളുടെ പിമ്പിൾ പോകില്ല, പിമ്പിൾ കൂടെ ചെയ്യുള്ളൂ. പോഴ്സ് ഒക്കെ ക്ലോഗ് ആവുന്ന സമയത്ത് ഒരു കൺസീലറിനും നിങ്ങളുടെ കറുത്ത കുത്ത് മേ ബി കുറയ്ക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ നിങ്ങളുടെ പിമ്പിളിന് കുറയ്ക്കാനായിട്ട് പറ്റില്ല. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു ഹോർമോണൽ ആക്നെയൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ പെരുകി വന്നുകൊണ്ടേയിരിക്കും. അതൊന്നും മേക്കപ്പ് ഇട്ട് കവർ ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടുന്ന കാര്യം, നിങ്ങളുടെ സ്കിന്നിനൊന്ന് പ്രസന്റബിൾ ആക്കി വെക്കാൻ പാകത്തിന് നിങ്ങളുടെ സ്കിൻ ഓക്കെ ആക്കുക. അവിടെ എവിടെയും തൂങ്ങിക്കിടക്കണ നമ്മുടെ ഇറച്ചീനെയൊക്കെ ഒന്ന് ഉള്ളിലോട്ട് ഒതുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഇതൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ വയറും കുറയോ എന്നുള്ളതാണ്. സോ ഇന്നത്തെ വീഡിയോ അത്രയുള്ളൊരു കുട്ടി വീഡിയോ ആണ്. നിങ്ങൾക്ക് യൂസ് ആവട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഇതുവരെയ്ക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.